നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ദൈവസന്നിധിയിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ആളുകളാണ്. നാം പല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ദൈവം അവയ്ക്ക് മറുപടി നൽകാതെ നിശബ്ദത പാലിക്കുമ്പോൾ പലരുടെയും വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കാറുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ജീവിത പ്രയാസങ്ങൾ വരുന്നപ്പോൾ, പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നതായ ചോദ്യമാണ് 13-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും നിഷ്ക്രിയത്വമാണ് എന്ന് നാം ചിന്തിക്കരുത്. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുന്നതായ ഭാഗം നാം കാണുന്നുണ്ട്. കടലിൽ അവരുടെ യാത്രയുടേതായ സമയത്ത് അവിടെ അമരത്ത് യേശു തമ്പുരാൻ ഉറങ്ങുന്നുണ്ട്. കടലിൻ്റെ സ്വഭാവം മാറി കാറ്റും കൊടുങ്കാറ്റും മൂലം പടക് മുങ്ങാറാകുമ്പോൾ അവർ ഭയപ്പെട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയമുള്ളവർ, ഇവിടെ കർത്താവ് ആ പടകിൽ ഉള്ളത് കൊണ്ട് ഒരു പ്രയാസത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ചഞ്ചലതയുടേതുമായ ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ നിശബ്ദത കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോകുകയാണ്. ഇന്ന് ഇതുപോലെ തന്നെയാണ് നമ്മിൽ പലരും. യേശു നമ്മുടെ കൂടെ ഉണ്ട്, യേശു സകലതും അറിയുന്നു എന്നുള്ളതായ വസ്തുത നാം മറന്നു പോകുന്നു. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവം മിണ്ടാതിരിക്കുന്നത് മഹത്തരമായ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത് നമ്മെ ഒന്ന് ശോധന ചെയ്യുവാനോ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടത് കഠിനമായ ശോധനകളും പ്രതികൂലതകളും നമുക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കി ദൈവസന്നിധി കൂടുതൽ ചേർന്ന് നിൽക്കണം. ചില സന്ദർഭങ്ങളിലെല്ലാം രോഗത്തിൻ്റെതായ അനുഭവം നമ്മളുണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ, അത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവരുടെ വേർപാട് പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം തൻ്റെ മുഖത്തെ മറയ്ക്കുകയല്ല ചെയ്തത്. ലാസർ മരിച്ചപ്പോൾ യേശു അവിടെ വന്നത് 4-ാം നാളാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യമെന്നുള്ളത്, വലിയൊരു സാക്ഷ്യത്തിന്റെ അനുഭവത്തിലേക്ക് ആ ലാസറിന്റെ മരണം കർത്താവ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ നാം കാണുന്നുണ്ട്. ജീവിത കഷ്ടതകളും സഹനങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ വഴിയിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവം നമ്മെ മറന്നുപോയി എന്നുള്ളതായ ചിന്തയോടെ പോകാതെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, കഷ്ടതയിൽ മുങ്ങിച്ചാകാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല എന്നുള്ളതായ കാര്യമാണ്. കഷ്ടതയുടെ ആ പ്രയാസത്തിന്റെ അനുഭവത്തിൽ നാം മുങ്ങിപ്പോകുന്നതിന് മുമ്പ് ദൈവം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ജീവിതത്തിൽ അന്വേഷിക്കുന്ന കഷ്ടതകളാകുന്ന കാറ്റിനെയും കൊടുങ്കാറ്റിനെയും എല്ലാം നിശ്ചയമായും അവൻ സമീപിക്കുമെന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തിൽ ദൈവത്തിന്റെ മൗനം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ
റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിലൂടെ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രയാസത്തിന്റെ വഴികളിലൂടെ നാം പോകുമ്പോൾ, കഷ്ടതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനമാകുന്ന വാൾ നമ്മുടെ കൈകളിൽ എടുക്കണം. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക, ആരാധിക്കുക. വിശ്വസിച്ചാൽ നാം തക്ക സമയത്ത് ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ നിശബ്ദത അത് നിഷ്ക്രിയത്വമല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ നമുക്ക് വേണ്ടി മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിനാൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ദൈവം നമ്മെ അവന്റെ സാക്ഷിയായി നിർത്തുവാനുള്ളതായ അവസരങ്ങളിലൂടെ ശോധനകളെ കൊണ്ടുപോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.